ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നൗസ് കുക്ക് ബുക്ക്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ആര്യനാട് സ്റ്റൈൽ ചിക്കൻ തോരനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ചിക്കൻ തോരൻ തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 നീളത്തിലരിഞ്ഞ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് കളർ മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. നമുക്കിനി ചെറുതായി അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇടാം. ഞാനിവിടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ നാടൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ തോരൻ തയ്യാറാക്കുന്നതിനെ നാടൻ ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത്. തേങ്ങ അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 മുറി തിരികെ തേങ്ങയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൊടിയും പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ തേങ്ങ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തേങ്ങ അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇവിടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇടാം. ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇടാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇങ്ങനെ ചിക്കൻ തോരൻ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ആര്യനാട് സ്റ്റൈൽ ചിക്കൻ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.